കർമ്മങ്ങളുടെ ശബ്ദമൊക്കെ അവർക്ക് കേൾക്കണം എന്ന് പറയുന്നുണ്ട്. നമുക്കത് കേൾപ്പിക്കാൻ കഴിയുമെന്ന് അറിയില്ല. കാരണം അവിടെ നിങ്ങൾക്കറിയുന്ന പോലെ മൈക്കോ അങ്ങനെയൊന്നും ഒരു സംഭവം അവിടെ പ്രവർത്തിപ്പിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ശബ്ദങ്ങൾ ഒപ്പിയെടുത്ത് നിങ്ങളെ കേൾപ്പിക്കാൻ കഴിയുന്നില്ല. എന്തായാലും നിങ്ങളൊരല്പസമയം വേണമെങ്കിൽ നിശബ്ദതയോടെ ഇതിന് സാക്ഷ്യം വഹിച്ചോളൂ. ഇന്നപോലെ അവിടെ അത്തരമുള്ള സജ്ജീകരണം ഇല്ലാത്തതുകൊണ്ട് അവിടുത്തെ ഓഡിയോ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാൻ കഴിയില്ലെന്ന് വ്യസന സമേതം അറിയിക്കുന്നു. ഞങ്ങൾക്കും താല്പര്യമുണ്ടായിരുന്നു. നമ്മൾ മൗനത്തിൽ പൂണ്ടിരുന്നാലും അവിടുത്തെ ശബ്ദം നിങ്ങൾക്ക് കേൾക്കാൻ കഴിയില്ല. അപ്പോൾ പ്രിയപ്പെട്ട അർജുനെ കണ്ണീർ പ്രണാമം അർപ്പിച്ച് നാട് വിട ചൊല്ലുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. ഏതാനും നിമിഷങ്ങൾക്കകം ഈ ചിതയ്ക്ക് തീ കൊളുത്തും. ഒരുപക്ഷെ ഒരു വലിയ ജീവിതം അവിടെ ഒടുങ്ങും. കണ്ണാടിക്കലിലെ 3 സഹോദരങ്ങളുടെയും അച്ഛൻ്റെയും അമ്മയുടെയും ഒക്കെ ജീവിതം കരിപ്പിടിപ്പിച്ച ഒരാൾ സ്വന്തം കുഞ്ഞിനും ഭാര്യയ്ക്കുമൊക്കെ ഇല്ലാതാകുന്ന കാഴ്ച കൂടിയാണിത്. നമുക്കറിയാം, വല്ലാത്ത അസ്വാസ്ഥ്യം പടർത്തുന്ന ഒരു കാഴ്ച തന്നെയാണിത്. ഈ കണ്ണാടിക്കിലെ ഗ്രാമം മുഴുവൻ പ്രണാമം അർപ്പിച്ച് അന്ത്യയാത്രാമൊഴി ചൊല്ലുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. ഐവർ മഠത്തിൽ നിന്നുള്ള ആളുകളാണ് അന്ത്യകർമ്മങ്ങൾ ചെയ്യുന്നത്. ഹൈന്ദവ ആചാരപ്രകാരമാണ് ഈ അന്ത്യകർമ്മങ്ങൾ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്കൊപ്പം KR ഗോപികൃഷ്ണൻ കൂടി ചേരുകയാണ്. ഗോപികൃഷ്ണൻ, വിശദാംശങ്ങൾ. ഇപ്പോൾ അന്ത്യകർമ്മങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അർജുൻ യാത്രയാവുകയാണ്. നാടിൻ്റെ മുഴുവൻ സ്നേഹവും പ്രണാമങ്ങളും ഏറ്റുവാങ്ങിക്കൊണ്ടാണ് അർജുൻ്റെ മടക്കം. ഇനി അർജുൻ എന്നത് ഈ കുടുംബത്തിനും നാട്ടുകാർക്കുമൊക്കെ അവരുടെ ഓർമ്മകളിലെ ദീപ്തസ്മരണയായി മാറാൻ പോകുന്നു. അർജുനെ സംബന്ധിച്ച്, വീട്ടുകാരെ സംബന്ധിച്ച് അർജുൻ എന്നത് അവർക്ക് ഒരിക്കലും അവരുടെ ഓർമ്മകളിൽ നിന്ന് ഇനി മാഞ്ഞു പോകാത്തൊരു ചിത്രമായ അർജുൻ അവരുടെ ഈ 30 വർഷത്തെ ജീവിതത്തിൽ ഉണ്ട്. കാരണം വളരെ ചെറിയ പ്രായത്തിൽ അർജുൻ അവരുടെ ഉത്തരവാദിത്തമൊക്കെ ഏറ്റെടുത്തതാണ്. എല്ലാ കാലത്തും അവർക്കൊപ്പം നിന്നതാണ്. അർജുൻ്റെ ഈ വിയോഗം എന്നത് തീർത്തും അപ്രതീക്ഷിതവും അങ്ങേയറ്റം ദാരുണവുമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം ഈ 72 ദിവസമായ അർജുനെ കുറിച്ചൊരു വിവരവും കിട്ടാതിരുന്ന സമയങ്ങളിൽ ചില സമയത്തെങ്കിലും വിചാരിച്ചിട്ടുണ്ട്. കാരണം അർജുൻ ഒരുപക്ഷെ ഏതെങ്കിലും മാർഗത്തിൽ രക്ഷപ്പെട്ടിട്ടുണ്ടാകുമോ, എവിടെയെങ്കിലും അർജുൻ തിരികെ വരുമോ, അങ്ങനെയൊക്കെയുള്ള പ്രതീക്ഷ അവസാന നിമിഷം വരെയും കൊണ്ടു നടന്നവരുണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ അർജുൻ്റെ കുടുംബാംഗങ്ങളും വീട്ടുകാരും ഒക്കെയുണ്ട്. അവരെ സംബന്ധിച്ച് അവർക്ക് ഉൾക്കൊള്ളാനാകുന്നതിലും വലിയ ദുഃഖമായി അർജുൻ്റെ ഈ വിയോഗം മാറുകയാണ്. അക്ഷരാർത്ഥത്തിൽ ഒരു കണ്ണീർ കടലായി ഈ കണ്ണാടിക്കൽ ഗ്രാമം മാറിയിരിക്കുന്നു. അർജുൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഇത്രയധികം ആളുകളുടെ മനസ്സിൽ ഇടമുണ്ട് എന്ന് നമുക്ക് ഈ ജനാവലി കാണുമ്പോഴാണ് സത്യം പറഞ്ഞാൽ ബോധ്യമാകുന്നത്. കാരണം അർജുനെ കുറിച്ച് പറഞ്ഞു കേട്ടതും അർജുനെ കുറിച്ച് ആളുകൾക്ക് പങ്കുവെക്കാനുള്ള അവരുടെ അനുഭവങ്ങളും ഒക്കെ തന്നെ ആ തരത്തിലുള്ളതാണ്. ഒരു സാധാരണക്കാരനായ ചെറുപ്പക്കാരൻ ഇത്ര വലിയ തരത്തിൽ ആഴത്തിൽ ജനങ്ങളുടെ ഹൃദയത്തെ സ്വാധീനിക്കാൻ കഴിഞ്ഞു എന്നത് വളരെ വിസ്മയകരമായി നമുക്ക് തോന്നും. കാരണം അർജുൻ വളരെ ചെറിയ പ്രായം തൊട്ട് എങ്ങനെയാണ് കുടുംബത്തിന് വേണ്ടി പ്രയത്നിച്ചതെന്നൊക്കെ ഈ നാട്ടുകാർക്കറിയാം. എങ്ങനെയാണ് അർജുൻ സ്വന്തം അധ്വാനം കൊണ്ട് ഇപ്പോൾ ഈ അർജുൻ്റെ ചിതയൊരുങ്ങുന്നതിന് ചേർന്ന് നിൽക്കുന്ന ഈ വലിയ വീട് എങ്ങനെയാണ് നിർമ്മിച്ചെടുത്തത്, എത്രത്തോളം വലിയ സ്വപ്നമായിട്ടാണ് ഓരോന്നും അർജുൻ ഓരോ സ്വപ്നങ്ങളെയും പിന്തുടർന്ന് അത് നേടിയെടുത്തത്. ഏറ്റവും ഒടുവിൽ സ്വന്തം സഹോദരിയുടെ വിവാഹ നിശ്ചയത്തിന് വേണ്ടി തയ്യാറെടുക്കാൻ അച്ഛനോട് പറഞ്ഞിട്ടാണ് ജൂലൈ 8-ാം തീയതി അർജുൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്, യാത്രയ്ക്കായി
ഇറങ്ങുന്നത്. അപ്പോഴും അച്ഛനോട് പറഞ്ഞത് ഞാൻ വന്ന ശേഷം ഈ വീടിന് പെയിൻ്റ് അടിച്ചാൽ മതി, മറ്റാരെയും കൊണ്ട് അച്ഛനത് ചെയ്യിക്കേണ്ട എന്ന് പറഞ്ഞാണ് ഇറങ്ങുന്നത്. അങ്ങനെ അവരെ സംബന്ധിച്ച് അച്ഛനും അമ്മയെയും സംബന്ധിച്ച് അവരുടെ 4 മക്കളിൽ എല്ലാ കാര്യത്തിലും മുൻപന്തിയിൽ നിന്ന് അവരുടെ പ്രയാസങ്ങൾ എന്താണെന്ന് തിരിച്ചറിഞ്ഞ് അവരെ കൂടെ ചേർത്തുകൊണ്ട് അവരെ ഏറ്റവും നല്ല നിലയിൽ അവരെ വളർത്തി കൊണ്ടുവരാൻ വേണ്ടി, സഹോദരങ്ങൾക്ക് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടി ഒപ്പം നിന്ന ഒരു സഹോദരൻ. അങ്ങനെ അർജുന് എല്ലാ തരത്തിലും അച്ഛനും അമ്മയ്ക്ക് അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട മകൻ, സഹോദരങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട സഹോദരൻ, ഭാര്യയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഭർത്താവ്, 2 വയസ്സുള്ള അയാന് അവൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട അച്ഛൻ, അങ്ങനെ എല്ലാവരെയും വേദനയിൽ ആഴ്ത്തിക്കൊണ്ടാണ് അർജുൻ്റെ 30-ാം വയസ്സിലെ മടക്കം. 2 വയസ്സുകാരനായ അയാൻ ഇവിടെ വാശി പിടിച്ച് ശാഠ്യം പിടിച്ച് കരയുന്നത് നമുക്കിവിടെ കാണാൻ കഴിഞ്ഞിരുന്നു. അക്ഷരാർത്ഥത്തിൽ ഓരോരുത്തരുടെയും ഹൃദയം നുറുങ്ങുന്ന വേദനയായി അയാൻ്റെ ആ കണ്ണുനീർ മാറുകയാണ്. കാരണം അവൻ്റെ അച്ഛൻ എന്ത് സംഭവിച്ചു എന്ന് അറിയാവുന്നൊരു പ്രായം അവനായിട്ടില്ല. അവൻ വലുതാകുമ്പോൾ അച്ഛൻ അവനെ താലോലിച്ചു കൊണ്ടുപോയ ദൃശ്യങ്ങൾ കാണിച്ചു കൊടുത്ത് അവരുടെ വീട്ടുകാർ അവനോട് എന്തു പറയും എന്ന് ആലോചിക്കുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സ് വേദനയിലായി പോകും. അങ്ങനെ അർജുൻ എന്ന് പറയുന്ന സാധാരണക്കാരന് ഇത്രയധികം വിശേഷണങ്ങൾ കിട്ടുന്നത്, ഇങ്ങനെ ഒരു നാടിൻ്റെ ഒന്നാകെ സ്നേഹം കിട്ടുന്നത്, ഇങ്ങനെ ഇത്രയധികം ആളുകൾ അർജുനെ കാണാനും പ്രണാമം അർപ്പിക്കാനും വേണ്ടി എത്തുന്നത് അർജുൻ ഇതുവരെ ചെയ്തിട്ടുള്ള നല്ല പ്രവർത്തികളുടെ ഗുണഫലമായി കൂടി നമ്മൾ കാണണം. ഏതായാലും അർജുൻ ഇനി നമ്മുടെ ഇടയിലില്ല. ഒരു ഓർമ്മ മാത്രമായി അർജുൻ മാറുകയാണ്. അർജുൻ്റെ അന്ത്യയാത്ര തുടങ്ങിക്കഴിഞ്ഞു. അർജുൻ ഏറ്റവും പ്രിയപ്പെട്ട അർജുൻ്റെ ഇടം, അർജുൻ്റെ ആശ്വാസവും ആഹ്ലാദവും ഒക്കെയായിരുന്ന വീടിനോട് ചേർന്നുള്ള ഇടത്താണ് അർജുന് വേണ്ടിയുള്ള അർജുൻ അന്ത്യവിശ്രമം കൊള്ളുക. ചിതയ്ക്ക് തീ കൊളുത്തുക അർജുൻ്റെ സഹോദരൻ അഭിജിത്താണ്. അർജുൻ്റെ 2 വയസ്സുള്ള മകൻ അയൻ ഇവിടെ തൊട്ടടുത്ത് ഈ പ്രദേശത്ത് തന്നെയുണ്ട്. അയൻ ശാഠ്യം പിടിച്ച് കരയുമ്പോൾ കുടുംബാംഗങ്ങൾ അവനെ എടുത്ത് ആശ്വസിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് നമുക്ക് കാണാം. ഒന്നും ഗോപികൃഷ്ണനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിൻ്റെ മുഴുവൻ സ്നേഹവായ്പും ഹൃദയ വായ്പും ഒക്കെ നേടിയെടുത്തുകൊണ്ടാണ് അർജുൻ യാത്ര പറയാൻ ഒരുങ്ങുന്നത്. ഏതാനും നിമിഷങ്ങൾക്കും നമ്മൾ അർജുന് വിട പറയും. ഗംഗാവലിപ്പുഴ ആഴങ്ങളിൽ ഒളിപ്പിച്ച അതേ അർജുനാണ് ഇന്ന് യാത്ര പറയുന്ന. കാലയവനികയ്ക്കുള്ളിൽ മറിഞ്ഞാൽ ഒരുപാട് കൊല്ലങ്ങളോളം അർജുൻ നമ്മുടെ മനസ്സിൽ ജീവിക്കുക തന്നെ ചെയ്യും. കുഞ്ഞിൻ്റെ ചിത്രമാണ് ഇപ്പോൾ. അയാൻ എന്ന കുട്ടി കളിപ്പാട്ടുമായി ഓടി വരും അച്ഛൻ എന്ന് വിശ്വസിച്ച ആ കുട്ടി, അവനെ കൊണ്ട് ചടങ്ങുകൾ ചെയ്യിക്കാനുള്ള ശ്രമത്തിലാണ് ഈ ഐവർ മഠത്തിലെ ആളുകൾ. എന്നാൽ അവനൊന്നും മനസ്സിലാക്കുന്നില്ല, എന്താണ് സംഭവിക്കുന്നതെന്നറിയാൻ അവനൊന്നും മനസ്സിലാകുന്നില്ല. സംസ്കാര ചടങ്ങുകൾ ചെയ്യാനുള്ള പ്രായം അവനായിട്ടില്ല. എന്നാൽ ഈ ചടങ്ങുകൾ ചെയ്യിക്കാൻ അവനെ കൊണ്ടാകുമോ എന്നറിയില്ല. പക്ഷേ സാംസ്കാരിക ആചാരങ്ങൾ ഐവർ മഠം അതേപോലെ പിന്തുടരുന്ന ആളുകളാണ്. എന്തായാലും അയാൻ, അമ്മയുടെ തോളിലിരുന്ന് കരയുന്ന അയാൻ്റെ ചിത്രമാണ് നമ്മളെ ഏറ്റവും വേദനിപ്പിക്കുന്നത്. ഒരുപക്ഷെ അവൻ്റെ അച്ഛന് വിട പറയാനുള്ള സന്ദർഭമായി പിൽക്കാലത്തായിരിക്കും അവൻ ഇതിനെക്കുറിച്ചുള്ള ദൃശ്യങ്ങൾ കാണുമ്പോൾ അറിയുക. പഴയകാല യൂട്യൂബ് ദൃശ്യങ്ങളും വീഡിയോകളും ഒക്കെ റിവൈൻഡ് അടിച്ച് നോക്കുമ്പോഴായിരിക്കും ഒരുപക്ഷെ ഇത്തരമൊരു രംഗം തൻ്റെ ജീവിതത്തിൽ ഉണ്ടായി എന്നൊരു പക്ഷേ അവൻ അറിയാൻ പോകുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതാനും നിമിഷങ്ങൾക്കകം ഈ അന്ത്യയാത്ര ചടങ്ങുകൾ അവസാനിക്കുകയും ചെയ്യും. ഒരുപക്ഷെ കണ്ണാടിക്കല്ലെ ഈ വീട്ടിൽ കേരളത്തിൻ്റെ സ്നേഹം മുഴുവൻ ലഭിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു കാര്യം. വീടിൻ്റെ പിന്നാലെയുള്ള സ്ഥലത്താണ് ഇത് ചടങ്ങ് നടത്തുന്നത്. ചിതയ്ക്ക് തീ കൊളുത്തുന്ന ദൃശ്യമാണ്. ഒരു നിമിഷം നമ്മൾ മൗനത്തിലാകുന്നു.